ആദ്യ ദിവസം എന്താണ് നമ്മൾ പഠിച്ചത്? ക്രിപ്റ്റോ കറൻസിനെ കുറിച്ച് നമ്മൾ പഠിച്ചത്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ചില കാര്യങ്ങളൊക്കെയാണ്, സിമ്പിൾ ആയിട്ടുള്ള. ബ്ലോക്ക് ചെയിൻ ടെക്നോളജി മെയിൻ ആയിട്ട് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലാണ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്, ക്രിപ്റ്റോ കറൻസി വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് കൂടുതലായിട്ട് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി അറിയണം എന്നൊക്കെ പറയുന്നുണ്ട്. മെയിൻ ആയിട്ട് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്താണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഇസ് എ സിസ്റ്റം ഓഫ് റെക്കോർഡിംഗ് ഇൻഫർമേഷൻ ഇൻ എ വേ ദാറ്റ് മേക്ക് ഇറ്റ് ഡിഫിക്കൽട്ട് ഓർ ഇമ്പോസിബിൾ ടു ചേഞ്ച്. ഓക്കെ, എന്ന് പറഞ്ഞാൽ സിസ്റ്റം ഓഫ് ഇൻഫർമേഷൻസിന് പ്രോപ്പറായിട്ട് സേവ് ചെയ്ത് വെക്കുകയാണ്. എവിടെയാണ് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല, ഹാക്ക് ചെയ്യാൻ പറ്റത്തില്ല, അതുപോലെ തന്നെ ചീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ബ്ലോക്ക് ചെയിൻ ഈസ് എസെൻഷ്യലി എ ഡിജിറ്റൽ ലെഡ്ജർ. ഓക്കെ, ഒരു ലെഡ്ജർ ആണ്, ഡിജിറ്റൽ ലെഡ്ജർ ആണ് of transaction that is duplicated and distributed across the entire network of computer system on the blockchain. Okay, മെയിൻ ആയിട്ടും കമ്പ്യൂട്ടർ സിസ്റ്റത്തിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ബ്ലോക്ക് ചെയിൻ ടെക്നോളജി മെയിൻ ആയിട്ട് ഒരു ഡിജിറ്റൽ ലെഡ്ജർ സിസ്റ്റം ആണ്. ട്രാൻസാക്ഷനെ മെയിൻ ആയിട്ടും അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതുപോലെ എൻ്റെ നെറ്റ്വർക്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പം എല്ലാ നെറ്റ്വർക്കിലുള്ള ആൾക്കാർക്കും അത് കാണാൻ പറ്റും. അത് ട്രാൻസ്പെറന്റ് ആയിരിക്കും. ഓക്കെ, ഈസി ആയിട്ട് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഡിജിറ്റൽ ലൈബ്രറിയിൽ മെയിൻ ആയിട്ടും ബ്ലോക്ക് ചെയിൻ ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. ഡിജിറ്റൽ ലൈബ്രറികൾ വർക്ക് ചെയ്യുന്ന ബ്ലോക്ക് ചെയിൻ ടെക്നോളജി കണ്ടാണ് ഡേറ്റ സേവ് ചെയ്ത് വെക്കാനും അവരുടെ കാര്യങ്ങൾ. അതുപോലെ നമ്മുടെ ബാങ്കിങ് സിസ്റ്റത്തിലും ബ്ലോക്ക് ചെയിൻ ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ടും ബ്ലോക്ക് ചെയിൻ ടെക്നോളജിനെ മെയിൻ ആയിട്ട് ഈ പാർട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, പബ്ലിക്, പ്രൈവറ്റ് ആൻഡ് ഹൈബ്രിഡ്. ബിറ്റ്കോയിന്റെ ഹിസ്റ്ററി മെയിൻ ആയിട്ടും ബ്ലോക്ക് ചെയിൻ ടെക്നോളജി പറയുന്നത് ബിറ്റ്കോയിന്റെ ഹിസ്റ്ററി പറയണം. ഓക്കെ, സതോഷി നakamoto 2008 കണ്ടുപിടിച്ചു എന്ന് പറയുന്നത്. ഓക്കെ, നെറ്റ്വർക്ക് 2009 സ്റ്റാർട്ട് ചെയ്തു. 2010 ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ക്രിപ്റ്റോ കറൻസി ലോഞ്ച് ആയി. 2011 ഒരു ബിറ്റ്കോയിൻ ഈക്വൽസ് ടു $1 2015. ബിറ്റ്കോയിനും എന്താ ബ്ലോക്ക് ചെയിനുമായിട്ടുള്ള വ്യത്യാസം എന്താണ്? ഇറ്റ് ഇസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. ശ്രദ്ധിക്കുക, ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുടെ ആപ്ലിക്കേഷൻ മാത്രമാണ് ബിറ്റ്കോയിൻ. ഓക്കെ, ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഡേറ്റ underlying data structure which can be used for many things including cryptocurrency. ഇതിനകത്ത് ഒന്ന് ക്രിപ്റ്റോ കറൻസി മാത്രമാണ്, പല പിന്നീട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ബാങ്കിങ് സിസ്റ്റം, അതുപോലെ തന്നെ ലൈബ്രറീസ്, അതുപോലെ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ ഡിജിറ്റൽ മീഡിയ, സോഫ്റ്റ്വെയർ, IT സെക്ടർ, ഇതിലൊക്കെ ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. ഈസ് ഗ്രോയിങ് ലിസ്റ്റ് ഓഫ് ഡാറ്റ ബ്ലോക്സ് ദാറ്റ് ആർ ലിങ്ക്ഡ് ടുഗദർ. ഓക്കെ, ബ്ലോക്ക് ചെയിനിലെ ഫസ്റ്റ് ഡേറ്റ ഉണ്ട്, പിന്നെ റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ലെഡ്ജർ ആണ്. ഓക്കെ, പിന്നീട് ഡേറ്റ റെഫറൻസ്, ഇങ്ങനെ ഡേറ്റ ബ്ലോക്ക് ആയിട്ട് ഇങ്ങനെ അങ്ങോട്ട് ട്രാൻസ്ഫർ ആയിക്കൊണ്ടിരിക്കും. ബിറ്റ്കോയിൻ എക്കോസിസ്റ്റം. ബിറ്റ്കോയിൻ എക്കോസിസ്റ്റം ഇസ് എ പബ്ലിക് നെറ്റ്വർക്ക്. കോയിൻ ഏതിലുള്ളതാണ്? ബിറ്റ്കോയിന്റെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി പബ്ലിക് നെറ്റ്വർക്ക് in which anyone, including a malicious participant, can participate without restriction, even though it is not organized by a central authority. Okay, central authority ഇല്ല. ഓക്കെ, ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുന്ന അതിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബിറ്റ്കോയിൻ ഡീസെൻട്രലൈസ്ഡ് അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. The Bitcoin ecosystem is self-stabilizing. The more participants in the system have, the more difficulty to manipulation. ആളുകൾ കൂടുമ്പോൾ കൂടുതലായിട്ട് the more difficult manipulation become. Okay, ആളുകൾ കൂടുമ്പോൾ കൂടുതലായിട്ട് മാനിപ്പുലേഷൻ ചെയ്യാൻ പറ്റത്തില്ല. And the more difficult manipulation become and more participant they are. Okay, അടുത്ത് പറഞ്ഞിരിക്കുന്നത് and more difficult manipulations become and the more participant there are. ഓക്കെ, ഗ്രേറ്റർ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ആളുകൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പം നമുക്ക് മനസ്സിലാവും അതിന് കൂടുതലായിട്ട് എന്തുണ്ട്, പ്രൊട്ടക്റ്റീവ് ആണ്, സേഫ്റ്റി ഉണ്ട്. അപ്പം കൂടുതൽ ആളുകൾ അതിലേക്ക് വരും. അതാണ് ഇപ്പോഴും ബിറ്റ്കോയിൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബിറ്റ്കോയിനെ ഡൗൺ ആക്കാനും പലരും ശ്രമിച്ചുകൊണ്ടിരിക്കും, പക്ഷേ ബിറ്റ്കോയിൻ ഡൗൺ ആവത്തില്ല. ബിറ്റ്കോയിൻ അപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇൻവെസ്റ്റേഴ്സ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ദ റിസൾട്ട് ഇസ് എ പ്രൈസ് ഇൻക്രീസ് വിച്ച് ഇൻ ടേൺ അട്രാക്ട്സ് ന്യൂ പാർട്ടിസിപ്പന്റ്. ഓക്കെ, പ്രൈസ് ഇൻക്രീസ് ചെയ്യാൻ പിന്നെ ഡൗണിലേക്ക് വൈകിട്ട് പിന്നെ അപ്പിലേക്ക് വരും. അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. More participant, more security, increase Bitcoin value. Cutting the middleman and P2P transaction ആണ് പറഞ്ഞാൽ person to person direct transaction ആണ് ബിറ്റ്കോയിൻ നടക്കുന്നത് മെയിൻ ആയിട്ട്. ഓക്കെ, മിഡിൽമാൻ ഇല്ല. ഓക്കെ, അതിന് മെയിൻ ആയിട്ടുള്ള ചലഞ്ചസ് എന്താണ്? നമ്മൾ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി അല്ല, ബിറ്റ്കോയിൻ മൈനിങ്ങിന്റെ ചലഞ്ചസ്, എനർജി കൺസംപ്ഷൻ ഉണ്ട്, സ്കേലബിലിറ്റി ഉണ്ട്. ഓക്കെ, മോർ സ്കേലബിൾ ആവേണ്ടതാണ്. ഓക്കെ, മണി ലോണ്ടറിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി കൂടുതലാണ്. ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, ബ്ലോക്ക് ചെയിൻ ഈസ് എ സിസ്റ്റം ഓഫ് റെക്കോർഡിംഗ് ഇൻഫർമേഷൻ ഇൻ എ വേ ദാറ്റ് മേക്സ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ഇമ്പോസിബിൾ ടു ചേഞ്ച്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഹാക്ക് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഇസ് മെയിൻലി ഡിജിറ്റൽ ലെഡ്ജർ. ഓക്കെ, മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ്. നമ്മൾ ക്രിപ്റ്റോ കറൻസി യൂസ് ചെയ്യുന്ന മെയിൻ ആയിട്ട് ബിറ്റ്കോയിൻ ട്രാൻസാക്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ബാക്കി എല്ലാ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്, എന്നാലും ബിറ്റ്കോയിന്റെ ട്രാൻസാക്ഷൻ മെയിൻ ആയിട്ട് യൂസ് ചെയ്യും. ഓക്കെ, ഇതാണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ. Subscribe now.